തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയും സ്വാധീനവും സംശയിച്ച് ഗ്രീസ് തലസ്ഥാനമായ ഏഥൻസിൽ ഏകദേശം 60ഓളം മോസ്കുകൾ അടച്ചുപൂട്ടുവാൻ ഒരുങ്ങുന്നതായി അറിയിച്ച് ഗ്രീക്ക് ഭരണകൂടം. തലസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന മോസ്കുകളായിരിക്കും അടച്ചുപൂട്ടുവാൻ ആരംഭിക്കുന്നത്. മാത്രമല്ല, മോസ്ക് നടത്തിപ്പുകാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും സർക്കാർ അറിയിച്ചു. നാളുകളായി രാജ്യത്ത് ഇസ്ലാമിക ഭീകരവാദ ഭീഷണികളും തീവ്രവാദ പ്രവർത്തനങ്ങളും വർദ്ധമാനമായ സാഹചര്യത്തിലാണ് ഗ്രീക്ക് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുവാൻ കാരണം. നിയമവിരുദ്ധമായി മോസ്കുകളാണ് പൂർണ്ണമായി നിരോധിക്കുവാൻ സർക്കാർ നടപടിയെടുക്കുന്നത്. ഈ നിയമവിരുദ്ധമായ മോസ്കുകൾ തീവ്രവാദികൾക്ക് ഇടം കൊടുക്കുന്ന അഭയസ്ഥാനങ്ങളാണെന്നും സർക്കാരിൽ നിന്ന് യാതൊരു അനുമതിയും കൂടാതെയാണ് മോസ്കുകൾ നിർമ്മിച്ചതെന്നുമാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗ്രീസിലേക്ക് കുടിയേറി വന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പൗരന്മാരാണ് അനധികൃതമായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മോസ്കുകൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തീവ്ര നിലപാടുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഈ മോസ്കുകളും അനിയന്ത്രിതമായ തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവരുടെ വർധനവും 3000-ലധികം ചരിത്രമുള്ള പൗരാണിക നഗരമായ ഏഥൻസിന് ചുറ്റുപാടുകൾക്കും ഭീഷണിയാണെന്ന് കണ്ടതിനാലാണ് ഈ നടപടി. ഗ്രീസിൽ ഏകദേശം 5% ഇസ്ലാമിക ജനസംഖ്യ. അതിൽ കൂടുതലും തുർക്കിഷ് വംശജരാണ്. എന്നാലും ഏതെങ്കിലും മതപരമായ അനുഷ്ഠാനങ്ങളുടെ പുറത്തല്ല, മറിച്ച് ഈ മോസ്കുലർ നിർമ്മാണവും തുടർന്ന് പ്രചരിപ്പിക്കുന്ന തീവ്ര നിലപാടുള്ള ആശയങ്ങളും രാജ്യത്ത് കുറച്ചുനാളുകളായി തന്നെ തീവ്രവാദികളുടെ എണ്ണത്തിൽ വർധനവ് വന്നതായും സാമൂഹ്യ അന്തരീക്ഷത്തിന് ഇതുപോലുള്ള മോസ്കുകളും ഭീഷണിയാണെന്ന് കണ്ടതിനാലുമാണ് ഗ്രീക്ക് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. 2024 ഗ്രീസിൽ 3 ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങളും 2025 ഫെബ്രുവരി, ഏപ്രിൽ മാസങ്ങളിൽ ഏഥൻസിലെ ഗവൺമെന്റ് ഓഫീസുകളിൽ നടന്ന ഭീകരവാദ ആക്രമണങ്ങളും അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. രാജ്യസുരക്ഷയെ പ്രതി അനധികൃതമായി മോസ്ക് നടത്തുന്നവരെയും തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടവരെയും നാട് കടത്തുവാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.